എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ടൈമർ റിലേ ഉപയോഗിച്ച് വയറിംഗ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ടൈമർ റിലേ ഒന്ന് അഴിച്ച് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കമ്പനി പറഞ്ഞിരിക്കുന്നത് 30 ആംപിയർ വരെയുള്ള ലോഡ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കുമെന്നാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റിലേ 30 ആംപിയർ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുകയാണ് ഇതിനകത്തിരിക്കുന്ന റിലേയും കറക്റ്റ് അവർ പറയുന്ന പോലെ 30 ആംപിയറിൻ്റെ റിലേ ആണോ എന്നും അതുപോലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് റിലേക്കകത്തുള്ളത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് വയറൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ഷനൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ടെർമിനൽ ലെഗ് എല്ലാം അതിൻ്റെ കൂടെ ലഭിച്ചതാണ്. ഒരു 5 ലെഗ് അതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലെഗ് തന്നെയാണ്. ഇതുപോലെ ഒരു ടെസ്റ്ററെല്ലാം ഉപയോഗിച്ച് നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ട് നമുക്ക് വെളിയിലെടുക്കാനായിട്ട് സാധിക്കും. വയറൊക്കെ എടുത്ത് മാറ്റുക. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ വയറിങ്ങും അതുപോലെ ഓരോ ലെഗും എങ്ങോട്ടാണ് കണക്ഷൻ കൊടുക്കേണ്ടതെന്നും കാര്യങ്ങളുമൊക്കെ വീണ്ടും ഒന്നുകൂടെ പറയുന്നു. ഒന്നാമത്തെ രണ്ടാമത്തെ ലെഗിലോട്ട് നമ്മൾ മെയിൻ പവർ സപ്ലൈ ആയിട്ടുള്ള 230 വോൾട്ട് കൊടുക്കുന്നു. പിന്നെ 5 ഇൻപുട്ട് കൊടുത്തതിന് ശേഷം നോർമലി ക്ലോസ് ആയിരിക്കും 3 വഴിയും അതായത് നമ്മുടെ റിലേ പ്രവർത്തിപ്പിക്കാത്തപ്പോൾ 3 വഴിയും പ്രവർത്തിക്കുന്ന സമയത്ത് 4 വഴിയും ഔട്ട് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പുറവശത്ത് നൽകിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൻ്റെ പുറവശത്തെ സ്ക്രൂ എല്ലാം അഴിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം 4 സ്ക്രൂ ആണ് ഇതിൻ്റെ പുറവശത്തായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല വലിയ സ്ക്രൂ ഒന്നും ഇതിനകത്ത് കയറുമെന്ന്. കാരണം സ്ക്രൂ ഡ്രൈവർ ഇത് തീരെ ചെറിയ സ്ക്രൂ ആണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് വേണം ഇത് തുറക്കാനായിട്ട്. അതേപോലെ തന്നെ അതിൻ്റെ താഴെ വശത്തായിട്ട് നമ്മൾ ഇതിനകത്തൊരു പെർമനൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലോക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ക്ലോക്ക് പ്രവർത്തിക്കാനായിട്ട് ഒരു 3 വോൾട്ടിൻ്റെ ഒരു സെല്ലുണ്ട്. അപ്പം ഈ ഒരു അടപ്പ് ഊരി അല്ലെങ്കിൽ ആ ഒരു പീസ് ഊരി മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ സെല്ല് കൂടി ഊരി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സ് കവർ എടുക്കുന്നതിന് മുന്നേ ആ സെല്ലും കൂടി ഊരി മാറ്റാം. അതിനുശേഷം നമ്മുടെ സ്ക്രൂ എല്ലാം ഇതുപോലെ ലൂസ് ചെയ്തതിന് ശേഷം സ്ക്രൂ ഒന്നും വെളിയിലെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സ്ക്രൂ ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് ആ കവറൊന്ന് വെളിയിലെടുക്കാം. അപ്പം വളരെ സാവധാനത്തിൽ ബോർഡിൽ നിന്നും ആ കവർ എടുത്ത് മാറ്റുക. അപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ബോർഡും അതുപോലെ തന്നെ ആ ഡിസ്പ്ലേ ഇരിക്കുന്ന ഭാഗത്ത് വേറൊരു ബോർഡും കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടിനെയും വയർ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു അഡാപ്റ്ററാണ്, മെയിൽ ഫീമെയിൽ അഡാപ്റ്ററാണ്. നമ്മളത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാം ഇതിൻ്റെ LCD ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺ എല്ലാം ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബോർഡാണ് നൽകിയിരിക്കുന്നത്. അപ്പം ഇതാണ് മുൻവശത്തായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗത്തുള്ളത്. അടുത്തത് നമ്മുടെ ആ ബോർഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാം. അതായത് നമ്മുടെ ആ സെല്ല് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ഓപ്പണിംഗ് ആണ് ആ സ്ക്വയർ ഷേപ്പിൽ നമ്മളവിടെ കാണുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേ കാണാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് പോലെ തന്നെ 230 വോൾട്ടിൻ്റെ AC റിലേ ആണ് ഇതിനകത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിലേക്കകത്ത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലോഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇതിലൂടെ കടത്തിവിടാൻ പറ്റുന്ന പരമാവധി ലോഡ് എന്ന് പറയുന്നത് 30 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അത് കൺഫേം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സേഫ് ലോഡായിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 20 ആംപിയർ വരെ ലോഡൊക്കെ നമുക്ക് ഈ ടൈമർ വഴി പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ പുറവശത്തോട്ട് നമ്മൾ പോകാം. അല്ലെങ്കിൽ അത് കണക്ഷനൊക്കെ കൊടുത്തേക്കുന്ന രീതി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം ഒന്നാമത്തെ രണ്ടാമത്തെ ലെഗ് നമ്മൾ പലതവണയായിട്ട് പറഞ്ഞിരുന്നു. ഇതിൻ്റെ മെയിൻ പവർ സപ്ലൈ 230 വോൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അത് ഡയറക്റ്റ് റിലേ കോയിലോട്ടല്ല പോയിരിക്കുന്നത്. അത് സർക്യൂട്ട് വഴി കയറി ഇറങ്ങിയാണ് റിലേ കോയിലോട്ട് പോയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം നമ്മൾ സർക്യൂട്ട് ചെയ്തിരിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് മാത്രം റിലേ എൻഗേജ് ആയാൽ മാത്രമേ നമ്മുടെ കൺട്രോൾസ് വർക്ക് ആവുള്ളൂ അല്ലെങ്കിൽ റിലേ ടൈമർ വർക്ക് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ റിലേയിലോട്ട് പോയേക്കുന്ന ഫേസും ന്യൂട്രലും സർക്യൂട്ട് വഴി കയറി ഇറങ്ങിയാണ് പോയിരിക്കുന്നത്. എന്നാൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആ ഒരു പോർഷൻ അല്ലെങ്കിൽ നമ്മൾ ആ ലോഡ് കൊടുക്കേണ്ട ആ പോർഷന് യാതൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ കൺട്രോൾസും ഇല്ല. അത് ഡയറക്റ്റ് റിലേയിലോട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. 5ാമത്തെ ലെഗ് ഡയറക്റ്റ് റിലേയുടെ കോമണിലോട്ട് പോയതിന് ശേഷം അത് ക്ലോസ് ആയിരിക്കുന്ന ആ അവസ്ഥ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ ക്ലോസ് ആയിരിക്കുന്ന അവസ്ഥയിൽ 3ാമത്തെ ലെഗിലോട്ടാണ് അത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന ആ ലെഗ്. അതുപോലെ തന്നെ നമ്മുടെ ടൈമർ പ്രവർത്തിക്കുന്ന ആ സമയത്ത് റിലേ ആക്ടിവേറ്റ് ആവുകയും അല്ലെങ്കിൽ റിലേ എൻഗേജ് ആവുകയും അപ്പം 4ാമത്തെ ലെഗിലോട്ട് സപ്ലൈ പാസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെഗും അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്.
അതായത് മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ലെഗ് ഡയറക്റ്റ് റിലേ ആയിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണലായിട്ട് നമുക്കൊരു 30 ആംപിയറിനകത്തുള്ള ഒരു ലോഡ് അല്ലെങ്കിൽ പരമാവധി ഒരു 20 ആംപിയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ടൈമറിനകം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് അതും കൂടി ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ടൈമറിനകത്ത് എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ എത്ര ആംപിയറിൻ്റെ റിലേ ആണ് കൊടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇനി നമുക്കിത് തിരിച്ച് സേഫായിട്ട് തന്നെ വെക്കാം. അപ്പം ആദ്യമായിട്ടൊക്കെ അഴിക്കുന്നവർ ഒന്ന് കറക്റ്റ് നോക്കി അതിന് ശേഷം മാത്രം ഇത് അഴിക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്നാലും കണക്ഷൻ ഒന്നും കൊടുക്കാനില്ല. കറക്റ്റ് ആ സോക്കറ്റിലോട്ട് നമ്മൾ ആ കറക്റ്റ് സ്ലോട്ടിൽ തന്നെ ഇട്ട് നമുക്ക് സോക്കറ്റ് ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് കറക്റ്റ് പൊസിഷനിലോട്ട് ആ ക്യാപ്പ് വെച്ചതിന് ശേഷം നമുക്ക് സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് തുറന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സെല്ല് കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതിനകത്ത് നമ്മുടെ റിലേയുടെ ആംബിയർ കൺഫേം ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ തുറന്ന് ഈ ടൈമറിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുകൂടി കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്തൊരു ചെറിയ വീഡിയോ ആണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് സെല്ല് കൂടി ഇട്ട് നമ്മുടെ ടൈമറിൻ്റെ ഡിസ്പ്ലേക്കകത്തത് വർക്കാവുമെന്ന് നോക്കാം. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ബാറ്ററി ഊരുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സെറ്റിങ്ങും റീസെറ്റായി പോകുന്നതാണ്. ഇപ്പം സെല്ലിട്ടപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാം 0 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന സമയമെല്ലാം വീണ്ടും ഒന്നേന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ മാനുവൽ ബട്ടൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ പുഷ് ചെയ്യുകയാണെങ്കിലും സെറ്റിംഗ് എല്ലാം റീസെറ്റായി പോകുന്നതാണ്. ആക്ച്വലി അതാണ് റീസെറ്റ് ബട്ടൺ. കാരണം നമ്മൾ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാറ്ററി ഊരാനായിട്ട് സാധിക്കുകയില്ല കേട്ടോ. പുഷ് ചെയ്യുമ്പോഴത്തേക്ക് ടൈമെല്ലാം തെറ്റിപ്പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.